നമസ്കാരം. ചൂസ് ലൈഫ് നോട്ട് എ ഡ്രഗ്സ്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തെ ശ്രമിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ശ്രീ മറ്റൊരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം പോലെയല്ല. അദ്ദേഹം നമുക്ക് കേൾക്കാനും നമുക്ക് പഠിക്കാനും ചില അനുഭവങ്ങൾ പങ്കുവെക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഈ സ്റ്റേജിൽ വരുന്നത്. രണ്ട് കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ് എലി സ്റ്റഡീസ് വളരെ ഇന്ററാക്ഷനോട് കൂടിയുള്ള സ്റ്റഡീസാണ്. അദ്ദേഹത്തിന് 1 hour ക്ലാസ് കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിനോട് ചോദിക്കാനും അദ്ദേഹം തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യങ്ങളുടെ സെഷൻസാണ്. നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏത് വിഷയം, ആ വിഷയത്തെക്കുറിച്ച്, ഡ്രഗ്സിനെതിരെയുള്ള ഏത് വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തെ പറയാൻ ശ്രമിക്കുന്നതാണ്. കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾ എല്ലാവരും മൊബൈൽ ഫോൺ എടുത്തിട്ട് റെക്കോർഡ് ചെയ്യാനൊരു മൈൻഡിൽ ഉണ്ടാവും. അത് മൈൻഡ് ചെയ്യേണ്ട. കാരണം മൊബൈൽ ഫോൺ വളരെ നമുക്ക് ഇത്രയും സെഷൻസ് സാറ് പറയുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുക. മൊബൈലിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു മീഡിയ വിങ് റെഡി ആയിട്ടുണ്ട്. മറ്റൂൺ മീഡിയയുടെ ഫുൾ ടീം ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് എല്ലാവരുടെ വിരത്തുമ്പിൽ ആ വീഡിയോ എത്തിയിരിക്കും. ഈ സമയം വിലപ്പെട്ടതാണ്. അത് കേൾക്കുക, എൻജോയ് ചെയ്യുക. വിഷു വണ്ടർഫുൾ ഈവനിങ്. താങ്ക് യു. ഫിലിപ്പ് മമ്പാട്, നാഷണൽ ഡ്രഗ് കൺട്രോൾ സൊസൈറ്റിയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ, സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ അധ്യാപകർക്കുള്ള ട്രെയിനിങ് നൽകുന്ന SCERTയുടെ മെന്റർ, മഴവിൽ മനോരമ ചാനൽ സംപ്രേഷണം നടത്തിയ റിയാലിറ്റി ഷോ വെറുതെ ഭാര്യ എന്ന പ്രോഗ്രാമിലൂടെ ജനശ്രദ്ധ നേടിയ പോലീസ് ഉദ്യോഗസ്ഥൻ, കൊച്ചവസെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ 5 ലക്ഷം രൂപ അടക്കമുള്ള സോഷ്യൽ എക്സലൻസി പുരസ്കാരം 2017 നേടിയ ലഹരി വിരുദ്ധ പ്രവർത്തകൻ. ലഹരിയുടെ വിപത്തി വിളിച്ചോതുന്ന ക്ലാസുകളിലൂടെ ശ്രദ്ധേയനായ ഫിലിപ്പ് മമ്പാടാണ് ലഹരിക്കെതിരെ പോരാട്ടം നയിക്കുന്നത്. പ്രശസ്ത ലഹരി വിരുദ്ധ പ്രവർത്തകനും ചിത്രകാരനുമായ മഹേഷ് ചിത്രവർണ്ണവും ഒത്തൊരുമിച്ച് വിവിധ ഇനം ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട 750 പരം ആളുകളെ ലഹരിയിൽ നിന്ന് മോചിപ്പിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് 1280 പുരസ്കാരം, 3085 വേദി, 19 രാജ്യങ്ങൾ. കുട്ടികൾക്കായി തിരിച്ചറിവ് എന്ന പേരിൽ മഹേഷ് ചിത്രവർണ്ണവും ഒത്ത് തീർത്തും പാവപ്പെട്ട കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി തിരിച്ചറിവ് 2008 മുതൽ നടത്തിവരുന്നു. സൈക്കോളജിസ്റ്റ്, മൈൻഡ് ട്യൂണർ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, ഒപ്പം ഒരു ഷെഫും സാഹസിക യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ചിരിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നമ്മെ വിസ്മയിപ്പിക്കുന്ന ഫിലിപ്പ് മമ്പാടിന് നിറഞ്ഞ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ ഖത്തറിൽ വന്നിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൂടുതൽ കഴിച്ചു, ശ്വാസമൊക്കെ മുട്ടുന്നുണ്ട്. എന്നാലും ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദി നിൽക്കുന്നത്. അപ്പം ഏറെ പ്രിയങ്കരനായ നമ്മുടെ ഇന്നത്തെ ഏറെ വിശിഷ്ട വ്യക്തി, പ്രിയപ്പെട്ട പീപ്പിൾ അവർ, അതേപോലെ വേദിയിരിക്കുന്ന മറ്റ് മുഴുവൻ വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും ആശംസ അർപ്പിക്കുകയാണ്. ഇവിടെ ഒരു പവർ പോയിന്റ് ബേസിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് പറയാം, നമ്മുടെ നാട് കേരളം വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. എല്ലാവരും ആശങ്കപ്പെടുകയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മളെല്ലാം മക്കളും കുടുംബമുള്ളവരാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ നമുക്കും പല ആശങ്കകളുണ്ട്. നാളെ എന്ത് എങ്ങനെയൊന്നും പ്രപഞ്ചാതീതമാണ്. കാരണം എൻ്റെ മുന്നിലേക്ക് നമ്മളെല്ലാം നല്ല കഴിവും പ്രാപ്തിയും എല്ലാം ഉള്ളവരാണ് നല്ല ജീവിതത്തിനകത്ത്. കാരണം ഈ കടൽ കിടന്ന് ഈ മണ്ണിൽ വന്ന് കുടുംബത്തെ നയിക്കാൻ തങ്ങളുടെ ഇടങ്ങൾ കണ്ടെത്തിയ വിശിഷ്ട വ്യക്തികളാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നവരെല്ലാം. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാം നാടിനെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്, നമ്മുടെ ദേശത്തെ കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട്, ഇന്നത്തെ ഈ സാഹചര്യത്തെ കുറിച്ച് നമ്മളൊക്കെ ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷെ പലർക്കും എന്ത് ചെയ്യാൻ പറ്റും എന്ന ആശങ്കയിലാണ് ഇന്ന് നമ്മുടെ ഈ സാഹചര്യം മുൻപോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മളെല്ലാം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ചില നിമിഷങ്ങൾ നമുക്ക് മുമ്പിൽ ഇങ്ങനെ തുറന്നിടുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ന് ഈ ഫോക്ക് ഖത്തർ ഇവിടെ മനോഹരമായ പരിപാടി ഇവിടെ നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഈ നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഈ പവർ പോയിന്റ് നമ്മൾ ചെയ്യണം. ഇവിടെ അങ്ങോട്ട് കുറച്ച് ശ്രദ്ധയും നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം കൂടെ ഉണ്ടാവണം. കാരണം ഒരു കുഞ്ഞു കാര്യമല്ല, വലിയ കാര്യത്തെ ഈ ഒരു വേദി ഖത്തറിന്റെ മണ്ണിൽ സംസാരിക്കാൻ പോവാണ്. അതിനായി നല്ലൊരു കയ്യടിയിട്ട് കുറച്ചുകൂടെ ഊർജ്ജം കിട്ടുക. ഇന്ന് ഒരുപക്ഷെ 26 വർഷത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എക്സ്പീരിയൻസും എക്സ്പെരിമെന്റുമാണ് ഒരുപക്ഷെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഒരു കുറച്ച് സമയത്തിനുള്ളിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന്
ഒരുപക്ഷെ നമ്മുടെ നാട് ഇന്ന് വല്ലാതെ മാറിപ്പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ കേരളത്തിന്റെ മണ്ണിൽ ഒരു സബ് ഇൻസ്പെക്ടർ ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ കേരളത്തിന്റെ നിയമം ഒരുപക്ഷെ ഖത്തറിന്റെ നിയമമായിട്ട് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ പ്രിയങ്കനായ അഡ്വക്കേറ്റ് റിയാസ് അവர்களுമായിട്ടുള്ള കുറേ ദിവസത്തെ ബന്ധം എനിക്കുണ്ട്. ഇവിടുത്തെ നിയമവും അതുപോലെ ഇവിടുത്തെ മിനിസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്തിന്റെ ഒക്കെ ഖത്തറിന്റെ ഒക്കെ നിയമവലികളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് നിങ്ങളെ ബോറടിപ്പിക്കാതെ എന്നാൽ കുറച്ച് കാര്യം ഇങ്ങോട്ട് ചോദിച്ചു പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് യാത്രയാണ്. സാധാരണ 3050 വേദികളിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ വേദിയിൽ സാധാരണ പറയാറുള്ളത്. ഫിലിപ്പമ്പാട് എന്ന് പറയുന്നത് ഞാൻ ജനിച്ചതും വളർന്നതുമെല്ലാം ഒരുപക്ഷെ ജന്മം കോട്ടയം ജില്ലയാണ്, കർമ്മമാണ് ഞാൻ മമ്പാട്. ആരെങ്കിലും ചോദിക്കുകയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലപ്പുറത്തിന്റെ മണ്ണിൽ ജോലി ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് വല്ലാതെ എന്റെ പിന്നാമ്പുറത്ത് വലിയ റോൾ മോഡൽ ബ്രാൻഡ് അംബാസഡർ ഒന്നും എന്റെ പിന്നിലില്ലായിരുന്നു. എന്നെ നയിക്കാൻ എന്നെ വഴി നടത്താൻ ആരുമില്ല. സത്യത്തിൽ ഞാൻ വന്നതൊക്കെ സങ്കടകരമായ ജീവിതത്തിലൂടെയാണ് എന്റെ യാത്രയൊക്കെ ചെയ്യാൻ വന്നത്. ഒരുപക്ഷെ എന്റെ ജന്മ കോട്ടയമാണ്. ഞാൻ പറഞ്ഞു 48 വർഷമായിട്ട് മലപ്പുറത്ത് മമ്പാട് എന്ന് പറയുന്ന ഒരു റബ്ബർ എസ്റ്റേറ്റിലെ ടാപ്പി തൊഴിലാളിയായിരുന്നു എന്റെ അച്ഛൻ. SLC 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടാണ് ഞാൻ 5 വർഷം തോറ്റുപോയത് കേട്ടോ. പിന്നെ നാട് വിട്ടു. പിന്നെ രണ്ടാമത് ഗ്രാമത്തിന്റെ ഓർമ്മകളും സ്നേഹവും ഒക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകും. രണ്ടാമത് മിനർവ എന്ന് പറയുന്ന നിലമ്പൂരിലെ ഒരു നല്ല ട്യൂട്ടോറിയൽ കോളേജിൽ അവിടെ സോമർവെൽ എന്ന് പറയുന്ന മനുഷ്യന്റെ കരുതലും ശിക്ഷണവും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ 341 മാർക്ക് വാങ്ങി SLC ജയിച്ചു. പിന്നെ MES മമ്പാട് കോളേജിൽ പ്രീ ഡിഗ്രി 12 ദിവസം മാത്രം പഠിപ്പിച്ചപ്പോൾ ഒപ്പി അത്രയുമാൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ എന്നെ പിടിച്ച് പുറത്താക്കി. അവിടുന്ന് യാത്രയാണ് അരീക്കോട് ഗവൺമെന്റ് ഐറ്റ്. അവിടുന്ന് ഫിറ്റർ ട്രേഡ്. അവിടുന്ന് നീ ജയിച്ചാൽ ഈ ഐറ്റ് ഞാൻ ഇടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞു. അതേ ഐറ്റിയുടെ 50ാം സിൽവർ ജൂബിലിക്ക് ഞാൻ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവിടെ ചെന്നു. ശേഷം വീണ്ടും യാത്രയായിരുന്നു. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവിടെ കഴിഞ്ഞു. പിന്നെയും പത്രങ്ങൾ വാർത്ത വന്നു. കണ്ണൂർ ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിൽ സകല വിദ്യാർത്ഥികളെ മദ്യപിക്കാൻ പ്രേരിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളെ അന്വേഷണം വരെ സസ്പെൻഡ് ചെയ്തു. അതൊരു ഹതഭാഗ്യം ഞാനായിരുന്നു. ശേഷം ഈ കോയമ്പത്തൂരിലേക്ക് അങ്ങനെ PSC എക്സാം 540 ഒഴിവുകൾക്ക് വേണ്ടി അതൊന്നും മാറ്റണ്ട, ഞാൻ എങ്ങോട്ട് വരും കേട്ടോ. 540 ഒഴിവുകൾക്ക് വേണ്ടി 2,60,60,000 പരീക്ഷയുടെ ഓഫീസേഴ്സ് കമ്മീഷൻ എക്സാമിനകത്ത് ഈ ഉള്ളവന്റെ പേര് വരുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷെ പരീക്ഷ എഴുതാൻ ചെന്ന ഹാളിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ കണ്ണിങ്ങനെ അടച്ചു. പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്, കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പീഡനവും സമരവും പട്ടിണി അനുഭവിച്ച അമ്മയുടെ മകനാണ് ഞാൻ. ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഇങ്ങനെയാണ്, എനിക്ക് ക്വസ്റ്റ്യൻ മുഴുവനും ആൻസർ ചെയ്യാൻ പറ്റിയ റാങ്ക് ലിസ്റ്റിൽ എന്റെ പേര് വന്ന ഞാൻ സബ് ഇൻസ്പെക്ടർ ലിസ്റ്റിനകത്ത് എന്റെ പേര് ഇടം നേടിയ ആദ്യത്തെ 2 മാസത്തെ ശമ്പളം ഞാൻ ഒരുക്കൂട്ടി വെച്ച് എന്റെ അമ്മയ്ക്ക് ഒരു കുഞ്ഞു മുട്ടുകമ്മലോ അതായിരുന്നു പ്രാർത്ഥന. കാരണം എന്റെ അമ്മയുടെ എപ്പോഴുള്ള ഫ്രെയിമിൽ കാതിലൊരു ഈർക്കലിയും കഴുത്തിൽ മാലയും ഒന്നും ഇടാതെ എവിടേക്കൊക്കെ പോകുമ്പോൾ മാത്രം അമ്മ ഒരു തുണിയിൽ പൊതിഞ്ഞു വെച്ചാൽ ആ റോഡ് കൊണ്ട് ഇംഗ്ലീഷ് ഫോണിൽ എടുത്തിടും. യാത്രയിൽ നമ്മൾ തന്നെ അമ്മ അഴിച്ചു മാറ്റി. ഇതായിരുന്നു എന്റെ അമ്മയുടെ ഒരു ചിത്രം. പക്ഷെ പരീക്ഷ കഴിഞ്ഞ് കോയമ്പത്തൂരിലേക്ക് പോയി, റാങ്ക് ലിസ്റ്റ് വന്നു, പേരും വന്നു. അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞു. 9 മാസം ട്രെയിനിങ് കഴിഞ്ഞു. എന്റെ ശിരസിൽ അശോകസ്തംഭം കയറി. ഞാൻ കേരള പോലീസിന്റെ പാർട്ടായി. ആദ്യത്തെ 2 മാസം ടൈഫറ്റ് വെച്ചുകൊണ്ട് വാങ്ങിയ ആ കുഞ്ഞു സ്വർണത്തിന്റെ കമ്മൽ ഇപ്പോഴും എന്റെ അമ്മ വേലിക്കുട്ടിയുടെ കാതിലുണ്ട്. അപ്പം എന്റെ പെങ്ങള് ജാൻസി വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ വനിതാ സബ് ഇൻസ്പെക്ടറാണ്. അപ്പം അവൾ ഇടയ്ക്ക് വന്നിട്ട് 76 വയസ്സ് എന്റെ അമ്മയുടെ കാതുന്ന കമ്മലെ കൊണ്ട് ഊരാൻ നോക്കുമ്പോൾ അമ്മ അടിക്കാൻ ഓടി അവിടെ നിന്ന് പറയും. കാരണം ഇന്നും നിധി പോലെ എന്റെ അമ്മ അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. 76 വയസ്സ് പ്രായമാണെങ്കിലും അമ്മയ്ക്ക് നടക്കണമെങ്കിൽ പരസഹായം വേണം, കാലെടുത്ത് വെക്കണമെങ്കിൽ പരസഹായം വേണം. പക്ഷേ എന്റെ വീട്ടിൽ 2 വണ്ടിയുണ്ട്. 2 വണ്ടിയുടെ ഫ്രണ്ട് സീറ്റും എന്റെ അമ്മയ്ക്ക് റിസർവ് ചെയ്താണ്. അമ്മ കാണാത്ത സിനിമകളില്ല, അമ്മ പോകാത്ത വിനോദ സഞ്ചാര കേന്ദ്രങ്ങളില്ല, അമ്മ കഴിക്കാത്ത കേരള ഹോട്ടലുകളും മലപ്പുറം ജില്ല കേരളത്തിലില്ല. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ ബലവും തുണയും സ്നേഹവുമാണ് ഇന്ന് ഖത്തർ ദോഹയിൽ ഈ ICC അശോക താളെ എന്നെ നിങ്ങളുടെ മുമ്പിലേക്കും എത്തിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട്. ഇന്ന് നമുക്കറിയാം, ഇന്ന് കേരളത്തിന്റെ അവസ്ഥ തീർത്തും മാറിപ്പോയിട്ടുണ്ട്. ശരിക്കും എന്താ അതിന്റെ കാരണം? എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിന്റെ ഈ അവസ്ഥയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എല്ലാം മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ പ്രിയങ്കനായ നമ്മുടെ മണികണ്ഠൻ സാർ മുതൽ തന്നെ ICBSC പ്രസിഡന്റ് തുറൈമാൻ സാർ ഒക്കെ വേദിയിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നോക്കണം, ഓരോ വ്യക്തികളുണ്ട്. അതുപോലെ നമ്മുടെ മലയാള റേഡിയോയുടെ സാരഥികളും വേദിയിലുണ്ട്. സാറുമുണ്ട്. എന്റെ വണ്ടൂർ സ്വദേശിയാണ് സാറ്. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ പോയി അവിടെ നിന്ന് ഓഫീസുകൾക്കൊക്കെ പങ്കിട്ട് അവിടെ നിന്ന് റേഡിയോയിൽ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചാൽ ഞങ്ങൾ തിരിച്ചു വരുന്നത്. തീർച്ചയായിട്ടും ഞാനിപ്പോൾ അടുത്തിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഫിലിപ്പമ്പാട് എന്ന് പറയുന്ന എന്റെ ബാല്യം. ഒരുപക്ഷെ എന്നോട് ചെറുപ്പത്തിൽ എന്റെ കൂടെ കൂടുതൽ പറഞ്ഞ കൂട്ടുകാർ അച്ഛന്മാർ, അവരോട് കൂടുതൽ മുട്ടുകാർ അടിച്ചു മുറിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചെറുപ്പത്തിൽ ഒറ്റയ്ക്കായിരുന്നു. പൊരുത്തം കെട്ടവൻ, തല തെറിച്ചവൻ, താന്തോന്നി, അധിക പ്രസംഗി എന്ന പേരുകൾ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
പക്ഷെ എവിടെയൊക്കെയോ മനസ്സിനകത്ത് കുറേ സ്നേഹവും ചില സങ്കടങ്ങളും ഒരു സിനിമ കണ്ടപ്പോൾ കുറച്ച് വിഷമിക്കുന്നതായിക്കൊണ്ട് എന്റെ കണ്ണു പെട്ടെന്ന് പറയും. ഞാൻ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിനകത്ത് കുറച്ചൊക്കെ നന്മയും ചില സങ്കടങ്ങൾ കണ്ടാൽ നമ്മുടെയൊക്കെ കണ്ണുകൾ നിറയാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ദൈവം നമ്മളൊന്നും ഉപേക്ഷിക്കില്ല, നമ്മളെങ്ങനെ കൂടെ കൊണ്ടുപോകും. പക്ഷെ കണ്ണ് നിറയാത്ത കുറേ മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. സങ്കടങ്ങൾ കേട്ടാൽ കണ്ടാലൊക്കെ കണ്ണ് നിറയാത്ത മനുഷ്യർ, അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ഇന്നത്തെ അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാ ഘടകങ്ങളും അനുകൂലമായിട്ടുണ്ട്. നമുക്ക് യുദ്ധം നിർത്തിയെന്ന് അറിയുന്നു. കോടിക്കണക്കിന് ദശലക്ഷക്കണക്കിന് സാമ്പത്തിക ലാഭം രാജ്യത്തിന് കിട്ടി. എന്ത് പറഞ്ഞാലും ആരെല്ലാം പറഞ്ഞാലും ശരി, യുദ്ധമുണ്ടാക്കുന്ന കോടികൾ ചെറുതൊന്നും ആയിരിക്കില്ല. ജീവനുകൾ നഷ്ടപ്പെടും, പടുത്തുയർത്ത് മൊത്തം പൊടിഞ്ഞ് നിലംപരിശാവും. അതിനെ തുടർന്നുണ്ടാകുന്ന വാദപ്രതിവാദങ്ങൾ, നല്ലതും ചീത്തയുമുള്ള വേർതിരിവുകൾ, അതിനിടയിൽ നമ്മളെ അനുഭവിക്കേണ്ട മാനസിക വൈകാരിക പ്രശ്നങ്ങൾ എല്ലാം ഒരുപക്ഷെ നമ്മുടെയൊക്കെ പ്രാർത്ഥനയാവാം, എല്ലാം നിന്നുപോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷിക്കാം, അഭിമാനിക്കാം. അപ്പം എന്നിരുന്നാലും നമ്മുടെ നാട് ഒരു യുദ്ധ സമാനത്തേക്കാൾ കൂടുതൽ കേരളത്തിന്റെ മണ്ണെന്ന് ആശങ്കപ്പെടുന്നുണ്ട്. ഞാൻ മമ്പാടെന്ന് യാത്ര ചെയ്ത് 4 കിലോമീറ്റർ കൂടി യാത്ര ചെയ്ത് വരുന്ന സ്ഥലത്താണ് 21 വയസ്സുള്ള പയ്യനെ ഇന്നലെ സൈക്കോട്രോപ്പി സബ്സ്റ്റായി MD പിടിക്കുന്നത്. എത്ര പറയാം, 350 ഗ്രാം MD. എന്റെ സുഹൃത്ത് എന്റെ ഉദയപോലെ ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ ഇൻസ്പെക്ടർ പോലീസ് സുനിൽ പുളിക്കലാണ്, നിലമ്പൂരിലെ ഇൻസ്പെക്ടറാണ് പിടികൂടുന്നത്. പിടികൂടിയതിന്റെ തൂക്കമാണ് 350 ഗ്രാം. മിനിമം 25-30 വർഷത്തെ കൺവെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇന്ന് 10ൽ ഒരാളിലേക്ക് ഈ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഉപയോഗം അതുപോലെ തന്നെ കൈമാറ്റങ്ങളൊക്കെ നടക്കുന്ന ഒരു ആധുനിക നവമാധ്യമ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് വേദി പങ്കിടുന്നത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാട്ട് കിട്ടാണ്ടോ? ഇതാ ചോദ്യമാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കണം. പക്ഷെ ഈ ഹാളിൽ ഇരിക്കുന്ന ആർക്കും ഈ ലഹരിയെ കുറിച്ച് ഒരു ആവശ്യമില്ല സംസാരിക്കട്ടെ. കാരണം നിങ്ങളെല്ലാം ബോധമുള്ളവരാണ്, നിങ്ങളെല്ലാം കുടുംബം നയിക്കുന്നവരാണ്. മറ്റുള്ളവരെ പറഞ്ഞ് പഠിപ്പിക്കാനും സന്മാർഗത്തിലേക്ക് നയിക്കാൻ കഴിവും പ്രാപ്തിയുള്ള ആളുകളെ മുന്നിൽ എല്ലാവരും നിങ്ങളെല്ലാം. പക്ഷെ എന്തിന് അല്ലെ ഖത്തറ്, പ്രത്യേകിച്ച് ഫ്രണ്ട്സ് കാലിക്കറ്റ് കോഴിക്കോട് പരിപാടികൾ സംഘടിപ്പിച്ചെന്തിനാ? ഈ ഖത്തറിന്റെ മണ്ണിൽ സംസാരിച്ചാൽ ഈ കുഞ്ഞുനാടായ കേരളത്തിന്റെ മണ്ണിൽ അറിയാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയാണ് അല്ലെ. തീർച്ചയായിട്ടും ഇതിന്റെ ഫലങ്ങളെല്ലാം നമ്മുടെ മണ്ണിൽ കാണുന്നതിൽ ഒരു സംശയമില്ല, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, ഒരു ദിവസത്തെ പത്രം എടുത്ത് തുറന്നാൽ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസിന്റെ ഡിറ്റക്ഷൻ ആണ്. അപ്പം ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താൻ ഞാൻ കൊണ്ട് എടുത്ത് കാണിച്ചു തരാം. മനോരമ പത്രം 1975 അച്ചടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൃഷ്ണമാണ്. അതിന്റെ പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്ന് അറിയാമോ? തലസ്ഥാന നഗരം ലഹരി വേട്ടക്കാരുടെ കയ്യിൽ. 1975 ജനുവരി 3-ാം തീയതി അച്ചടിച്ച പത്രമാണ്. ആ പിടിച്ച ക്വാണ്ടിറ്റി എത്ര എന്ന് അറിയാമോ? 60 ഗ്രാം. ഏകദേശം ഈ റിമോട്ടിന്റെ വെയിറ്റ് ഉണ്ടോ? ഇതാണ് ഇത്ര പിടിച്ചിരിക്കുന്നത്. ഇത് പ്രധാനപ്പെട്ട വാർത്തയാണ്, നോക്കണം. ഇനി കുറെ വർഷം ഞാൻ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാം. തൃശൂർ അച്ചടിച്ചിരിക്കുന്ന മാതൃഭൂമി പത്രത്തിന്റെ പ്രധാന പേജിലെ വാർത്തയാണ്. തൃശൂർ പാറമക്കാവ് ക്ഷേത്രത്തിന്റെ മുൻപിൽ വെച്ച് 2 നാടോടി സ്ത്രീകളുടെ കയ്യിൽ നിന്ന് തൃശൂർ സിറ്റി പോലീസ് 1.25 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. വർഷം 2005. അതായത് സ്റ്റേറ്റ് ന്യൂസ്. 2025 ഞാൻ ജോലി ചെയ്ത പെരിന്തൽമാണ പോലീസ് സ്റ്റേഷന്റെ മാനത്തുമംഗലം ബൈപ്പാസിൽ 18ഉം 25ഉം ഇടയ്ക്കുള്ള 2 ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് ഒരു കറുത്ത സ്വിഫ്റ്റ് അത് പിടികൂടിയിരിക്കുന്ന സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് കഞ്ചാവിന്റെ തൂക്കം 196 കിലോ കഞ്ചാവ്. വാർത്ത പിറ്റേന്ന് വന്നിട്ടില്ല. കാരണം ഏമ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു നമുക്ക് വായിക്കേണ്ടത്. ഏത് നടൻ കൊടുക്കും, ഏത് നടി കൊടുക്കും. വാർത്ത 2ാമത്തെ ദിവസമാണ്, അത് 2ാമത്തെ പേജിലെ വാർത്ത വന്നു. കാരണം അത്രമേൽ സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട്. ശരിക്കും ആരാ ഉത്തരവാദി? ആരാ അല്ലേ? ശരിക്കും ആരാ ഉത്തരവാദി? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. രാഷ്ട്രീയ സംവിധാനമാണോ, പോലീസോ, എക്സൈസോ, ഏതെങ്കിലും മതസംഘടനകളോ, ഏതെങ്കിലും റെസിഡൻസ് അസോസിയേഷൻ ശ്രദ്ധക്കുറവോ, നമ്മളൊക്കെ മക്കളെ നല്ല നോക്കാത്തത് കാരണമാണോ? ആണ് ഇതിന്റെ പ്രശ്നങ്ങൾ. ഞാൻ കഴിഞ്ഞ ഒരു 10-15 ദിവസം കസാഖിസ്ഥാനിലായിരുന്നു. എയിംപ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രോഗ്രാമുകൾ പങ്കെടുക്കാൻ പോയി. കസാഖിസ്ഥാന്റെ അംബാസഡർ ആ പേജിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് ആമി എന്ന് പറയുന്ന കുട്ടിയോട് വെച്ച് ചോദ്യമുണ്ട്. ചോദിച്ചു എന്താണ് സാർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രശ്നമല്ല, ഈ കേരളത്തിന്റെ എന്നത് പ്രശ്നമല്ല കുഞ്ഞു ചോദിച്ചാണ്. 70% മുസ്ലിം കൺട്രിയാണ് കസാഖിസ്ഥാൻ, സ്വതന്ത്ര റിപ്പബ്ലിക്കൻ കൺട്രിയാണ് റഷ്യ എന്ന് മാറിയത്. പക്ഷെ അവിടെ ഒരു പെട്രോൾ പമ്പ് 5000 സ്ക്വയർ ഫീറ്റ് പെട്രോൾ പമ്പിന് സർക്കാരിലേക്ക് അനുമതി ലൈസൻസ് ചോദിച്ചാൽ 5000 സ്ക്വയർ ഫീറ്റ് പെട്രോൾ പമ്പിനകത്ത് 500 സ്ക്വയർ ഫീറ്റ് മദ്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു പെട്ടിക്കടയാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ അത് 150 സ്ക്വയർ ഫീറ്റ് ആ സർക്കാർ മദ്യം വയ്ക്കാൻ റാക്കറ്റാക്കി കൊടുക്കും.
ഏത് സമയത്തും അൺലിമിറ്റഡ് ആയിട്ട് അവിടെ മദ്യം കിട്ടും. പക്ഷെ ആരും റോട്ടിൽ കാണുന്നില്ല, ആരും വഴക്ക് കൂടുന്ന കാണുന്നില്ല, പത്രദൃശ്യ മാധ്യമങ്ങളിൽ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പിടികൂടലോ ഒന്നും കൂടെ കാണുന്നൊന്നുമില്ല. എന്തുകൊണ്ട്? ശിക്ഷ കടുത്തതാണ്. അതേപോലെ ഖത്തറിന്റെ മണ്ണും കുറച്ച് ശിക്ഷകൾ കടുത്തതാണ്. എന്നാലും ഒളിഞ്ഞും പാത്തും ഇവിടെ ലഹരി നടക്കുന്നുണ്ട്, അതും മലയാളികളുടെ. അവിടെ മനസ്സിലാക്കണം, നോക്കണം, ഇവിടെയും കേരളത്തിന്റെ മണ്ണിലെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഡിറ്റക്ഷൻ നടക്കുന്നത്. അപ്പൊ വീണ്ടും ഞാൻ കാര്യത്തിലോട്ട് വരാം, വീണ്ടും നമുക്ക് തിരിച്ചു വരാം. ശരിക്കും ഒരു ബോധവൽക്കരണം കുറഞ്ഞു പോയിട്ടുണ്ടാവണോ, അതോ നമ്മൾക്ക് ഈ ലഹരിയുടെ കാര്യത്തിനകത്ത് സർക്കാർ സംവിധാനങ്ങൾക്ക് ശ്രദ്ധ കുറഞ്ഞതാണോ? സത്യത്തിൽ എന്താണ് നടത്തുന്നത്? ഇതിന് ക്ലാസ് ആയിട്ട് കാണുമെന്ന് വേണ്ടിട്ട് ഇത് വർത്താനം പറയാൻ പോവാണ് കേട്ടോ. കാരണം ഇവിടേക്ക് നല്ല ബോധമുള്ള ആളുകളാണ്, ബോധവും ബോധ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ബോധ്യപ്പെടുത്തൽ, എനിക്ക് ചില ബോധ്യപ്പെടുത്തൽ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ചില ബോധ്യപ്പെടുത്തൽ ആവശ്യമാണ്. ആ ബോധ്യപ്പെടുത്തലാണ് ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഈ ചലനങ്ങളാണ് നാളെ സമൂഹ മാധ്യമങ്ങളിൽ, ഒരുപക്ഷെ എന്റെ സോഷ്യൽ മീഡിയ പേജ് തന്നെ ഞാൻ ഏകദേശം ഒരു 2,50,000 രൂപ പ്രതിമാസം സോഷ്യൽ മീഡിയ മോണിറ്റേഷൻ വാങ്ങുന്ന ആൾ കൂടിയാണ് കേട്ടോ. ഞാൻ ഒരു മാസം വാങ്ങുന്ന ആൾ കൂടിയാണ്. അതുപോലെ തന്നെ അപ്പൊ തീർച്ചയായിട്ടും കാണുന്ന ഒരുപാട് നിങ്ങളെപ്പോലെ പ്രവാസികൾ ഒരുപാട് പേര് ആളുകൾ എന്റെ പേജ് ഫോളോ ചെയ്യുന്ന ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത്, എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക ലഹരിക്കെതിരെ? നോക്കണം, എന്റെ വീട്ടിനകത്ത് നാളെ ലഹരിയുടെ ദുരന്തം ഉണ്ടാവുമോ ഇല്ലേ? ഇവിടെയാണ് നമ്മളെല്ലാം ഒന്ന് മനസ്സ് തുറക്കേണ്ടത്. ശരി, അപ്പോ നമുക്കറിയാം, പലപ്പോഴും നമ്മളെ ഇത് ബാധിക്കണമെങ്കിൽ, ലഹരി എന്ന് പറയുന്ന ദുരന്തം നമ്മളെ ബാധിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കടന്നു വരണം. ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ വന്നാലേ നമുക്ക് പ്രശ്നം ഉണ്ടാവുള്ളൂ. അടുത്ത വീട്ടില് സ്റ്റീഫന്റെയോ ബിജുവിന്റെയോ കുട്ടന്റെയോ അല്ലെങ്കിൽ അവിടുത്തെ ഉസ്മാന്റെ വീട്ടിലൊക്കെ ലഹരി കടന്നു വന്ന് നമ്മളെ വേദനിപ്പിക്കുമോ? വേദനിപ്പിക്കുന്നു. കാര്യം എന്താ? നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൻ അല്ലെ, നമ്മുടെ ബന്ധം ഉറ്റവർ ഉടയവർക്ക് ഈ ദുരന്തം ഉണ്ടായി എന്നറിഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു. ആ ബാക്ക് ലൈറ്റ് നീ ഓപ്പൺ ആക്കണം. ബാക്ക് ലൈറ്റ് ആരും കാണുന്നില്ല, ഈ ഇരുട്ടും ഞാൻ ഒറ്റയ്ക്ക് കയറുന്നു. ബാക്ക് ലൈറ്റ് ഉണ്ടോ പ്ലീസ്? ആ പടാ എന്നിട്ടാ. അപ്പൊ നോക്ക്, ലഹരിയുടെ ദുരന്തം നമ്മുടെ വീട്ടിൽ കൂടെ നടന്നാൽ നമുക്ക് പ്രശ്നം. ലഹരി എന്ന് പറയുന്ന ദുരന്തം എപ്പോഴും എങ്ങനെ സംഭവിക്കാം കേട്ടോ? ക്ഷണിക്കാതെ നമ്മുടെ വീടിന്റെ പടി കടന്നു വരുന്ന ഏറ്റവും വലിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്താ ചോദിച്ചാൽ അത് ലഹരി എന്ന് പറയുന്ന ഈ ദുരന്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ വീട്ടിനകത്ത് എല്ലാ സന്തോഷവും സമാധാനമുള്ള നല്ല രസകരമായ വീട് പടുത്തുവെത്തിട്ടുണ്ട്. ഒരു വീട് അയൽപക്കത്ത്, ആ വീടിനകത്ത് ഏതെങ്കിലും ഒരു മകൻ ലഹരി പദാർത്ഥങ്ങൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസിന് അടിമപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടപ്പെടും. നമുക്ക് എത്ര സങ്കടപ്പെടേ? പക്ഷെ വീട്ടിനകത്ത് താമസിക്കുന്ന അമ്മയുടെയും അച്ഛന്റെയും കാര്യം ആലോചിച്ച് നോക്കിക്കേ. ആ മനുഷ്യനെ പിന്നെ 4 ആൾ കൂടുന്നിടത്ത് കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇതുപോലെ ലഹരി എന്ന് പറയുന്ന ഒരു ക്യാമ്പിനും സെമിനാറും ബന്ധപ്പെട്ട ഡിബേറ്റ് എന്തുമാട്ടെ നടക്കുന്ന ഒരു ചടങ്ങിൽ അങ്ങനെയുള്ള ഒരു വീട്ടിലെ ഒരു മനുഷ്യനെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? എന്തിനാ പറഞ്ഞല്ലോ, പള്ളിയിലോ അമ്പലത്തിലോ അല്ലെ കല്യാണ സദസ്സുകളിലോ ലഹരിയുടെ ദുരന്തം സംഭവിച്ച വീട്ടിലൊരു കുട്ടിയുടെ അച്ഛനെയോ അമ്മയോ പൊതുസമൂഹത്തിന് ഇടങ്ങളിൽ കാണാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? തകർന്നു പോയി മനുഷ്യനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ തകർന്നു പോയവനാ. ഈ തകർന്നു പോയ മനുഷ്യനെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? ഒറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ ചേർത്ത് പിടിക്കണ്ടേ? നമ്മളിവിടെ ചേർത്ത് പിടിക്കാൻ അല്ലേ? ആ മനുഷ്യനോട് പറയണം, നിങ്ങൾ വരണം, നിങ്ങൾ ഇടപെടണം, പുറത്തൊക്കെ ഇറങ്ങുന്ന പറഞ്ഞ് നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കണം. എന്റെ ഫോണിനകത്ത് ഇഷ്ടംപോലെ മെസ്സേജുകൾ എനിക്ക് വരും, ഇഷ്ടംപോലെ മെസ്സേജ്. ഞാൻ എന്റെ സുഹൃത്തുണ്ട് മകേഷ് തുറണം. ഈ ഗിന്നസ് ബുക്കിൽ പേര് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഹത്തരമായിട്ട് കാണുന്ന കാര്യമൊന്നുമല്ല. ആർക്കും വേണമെങ്കിൽ ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഒരു കണക്കിനെ പെരുപ്പിക്കല്ല. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ജോലി ചെയ്യുമ്പോൾ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് പിടികൂടുമ്പോൾ പല കുട്ടികളും ഈ സെല്ലിനകത്ത് പൊട്ടിക്കരയും, ഇങ്ങനെ ഏകലടിച്ച് കരയും. രാത്രി സമയത്ത് അതിലൂടെ ഇങ്ങനെയൊക്കെ യൂണിഫോമിൽ പോകുമ്പോൾ പാരാതിരിക്കുന്ന പോലീസിനോട് ഞാൻ പറയും, ഭക്ഷണം കൊടുത്തോ ചോദിക്കും. വെറുതെ ഈ ഒരു ചോദ്യം മതി, ഭക്ഷണം വാങ്ങി കൊടുത്തോ? ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവും. ഈ ചോദ്യം ഈ സെല്ലിനകത്ത് ഇങ്ങനെ ഷഡ്ഡിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഒരു 20-21 വയസ്സായ നമ്മളെ പക്ഷെ മക്കളെ കണ്ട ഹൃദയം കുട്ടി നമ്മൾ തകർന്നു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ പലപ്പോഴും ഇങ്ങനെ സെല്ലിനകത്ത് ഇരുമ്പിന്റെ ആ സെല്ലിൽ പിടിച്ചിട്ട് അകത്തേക്ക് വെറുതെ നോക്കിയിട്ട് അവനെ നോക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഇവിടെ പുതപ്പോ തുണികളോ മറ്റുള്ള വസ്ത്രങ്ങളോ ഒന്നും കൊടുക്കാൻ പറ്റില്ല. ലോകപ്പാണ്. ചിലപ്പം സൂയിസൈഡ് അറ്റംപ്റ്റ് കൊതുകുതിരി പോലും കൊടുത്ത് അതിന്റെ ആ ഇരുമ്പിന്റെ കഷ്ണം പോലും കൊടുക്കാൻ പറ്റില്ല. അത് കൊടുത്ത് കൈ മുറിച്ച ചരിത്രങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് വെറും ഒരു ഷഡ്ഡിയിൽ മാത്രമായിരിക്കും ഈ സെല്ലിനകത്ത് കിടക്കുക. അപ്പൊ നോക്കുമ്പോ ഇതിനകത്ത് ഫാൻ ഇടാൻ പറ്റും. നമുക്കറിയാം ഫാൻ ഇടാൻ പറ്റില്ല, കാരണം സുരക്ഷയുടെ ഭാഗമാണ്. അപ്പൊ കൊതുക് നന്നായിട്ടുണ്ടാവും. കൊതുകരി പുറത്തായിരിക്കും വെക്കുക. അങ്ങനെ പത്രം ഇങ്ങനെ മേത്ത് വെച്ചിട്ട് കിടന്നുറങ്ങും.
പത്രം ചെറുപ്പം നമ്മളെ മക്കൾ. അപ്പൊ എനിക്ക് എപ്പോഴും എന്റെ മകനുമായിട്ട് എനിക്ക് നോക്കാം. എന്റെ മകൻ ഫറൂഖ് കോളേജിൽ ഡിഗ്രി കഴിഞ്ഞ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG ചെയ്യുകയാണ്. ഇപ്പൊ ഫോർച്യൂണിൽ പുള്ളിക്ക് ഈ 4ാമത്തെ ഫോർച്യൂൺ അഡ്മിഷൻ നേടിയിട്ടുണ്ട് തിരുവനന്തപുരം. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ മകന്റെ കണ്ണാണോ മൂക്കാണോ കയ്യാണോ എന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കും. ശേഷം ഭക്ഷണം കൊടുത്തുമ്പോൾ പാറവരോട് ചോദിക്കും, പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പാസ് ചെയ്യുമ്പോൾ വല്ലാത്ത ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ അറിയാം ഒരു നോട്ടം ഇങ്ങനെയാണ്, ഇങ്ങനെ വീട് എവിടെയാന്നൊക്കെ ചോദിക്കുമ്പോൾ വല്ലാതെ സംസാരിക്കാൻ വരും. കുറച്ച് സമയം കേൾക്കും കാണും. കാരണം ലോകത്തിലൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനുഷ്യനെ കേൾക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒറ്റപ്പെട്ട് തടവിനകത്തിരിക്കുമ്പോ ആര് സ്വാന്തനമായിട്ട് മുമ്പിൽ ചെന്നാലും അവനെ ദേവദൂതനെ പോലെ കാണും, ദൈവത്തെ പോലെ കാണും. അപ്പൊ ഞാൻ ചോദിക്കും, വീടിന്റെ അവസ്ഥ നിന്റെ അമ്മ ഇപ്പൊ കണ്ട, നിന്റെ അച്ഛൻ കണ്ട, സഹോദരൻ കണ്ട, നാട്ടിൽ നിന്നെ പഠിപ്പിച്ച ടീച്ചർമാര് കണ്ട, നാട്ടുകാർ കണ്ട, ഈ ഫോട്ടോ കണ്ട സങ്കടപ്പെടുവോ? സങ്കടപ്പെടും സാറേ. ആ ഒരു വാക്ക് മതി. ഈ വാക്കിന് ശേഷം പിറ്റേ ദിവസം കോടതി നടപടികളെല്ലാം നടത്താൻ വേണ്ടി മെഡിക്കൽ കഴിഞ്ഞ് നേരെ വൈദ്യപരിശോധന കഴിഞ്ഞ് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ട് സെല്ലിൽ പോകുമ്പോ ഞാൻ വിളിക്കും, മുസ്തഫ സാറെ വരുന്നുണ്ട്, ഇങ്ങനെ വളാങ്കുടി ചങ്ങനക്കുളത്തുള്ളവനാണ്, അങ്ങ് പെരിന്തൽമണ്ണയുള്ളതാണ്, പുലാമങ്കോടുകാരനാണ്, തൂതക്കാരൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല കുട്ടിയാണ്, ഒന്ന് ശ്രദ്ധ കൊടുക്കണം, സ്ഥിരമായിട്ട് ഇടുന്ന സെല്ലിൽ ഇടരുത്, പക്ഷെ കെയറിങ് കൊടുക്കണം, ഹോസ്പിറ്റലിൽ നിന്ന് കൗൺസിലിങ്ങിന് ആളെ വരുമ്പോൾ കുറച്ചും കൂടെ കെയറിങ് കൊടുക്കണം, ഫസ്റ്റ് സമയമാണ് മനസ്സ് തുറന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഫിലിപ്പ് സാർ എന്ന് പറയും. പിറ്റേ ദിവസം കോടതിയൊക്കെ കഴിഞ്ഞ് അവന്റെ മാതാപിതാക്കൾ വരുമ്പോ ഈ സൂപ്രണ്ട് പറയും, ഫിലിപ്പ് സാറിനെ പോയി കാണാൻ പറയും. ഞാൻ പറയും, ബെയിൽ ജാമ്യം എടുക്കരുത്, കിടക്കട്ടെ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആണ്, MDMAക്ക് അഡിക്റ്റഡ് ആണ്, ഒരിക്കൽ ജാമ്യം എടുത്ത് പുറത്തു കൊണ്ടുപോകേണ്ട. ഒരു 35-90 ദിവസം മജിസ്ട്രേറ്റ് ജാമ്യാപേക്ഷ പരിഗണിക്കൂല. 90 ദിവസം അവിടെ കിടക്കട്ടെ അവരവിടെ. അങ്ങനെ വിഡ്രോൾ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണാമെന്നേ അല്ലേ? ഈ പോസ്റ്റ് അക്യൂട്ട് വിഡ്രോൾ സിംറ്റംസ് ഒക്കെ ശരിക്കും കാണാൻ പറ്റും. എങ്ങനെയാണെന്ന് നമുക്ക് സംശയമുണ്ടോ? 25 ലക്ഷം രൂപ ഒരു സിനിമയിൽ 4 ദിവസം കൊണ്ട് വാങ്ങുന്ന ഷൈൻ എന്ന് പറയുന്ന ഒരു സിനിമ മലയാളി ആ പേപ്പറുകളൊക്കെ ചിരിക്കുന്ന പലപ്പോഴും അല്ലേ? അതായത് നമ്മളൊക്കെ കഴിപ്പിച്ചിരിക്കും അല്ലേ? ആ ചെങ്ങായി ചാട്ടം കണ്ട ലൂയി താഴൂസ് പോലും ചാടില്ല വേൾഡ് കപ്പില് അല്ലേ? 250 പേര് താഴെ ചെങ്ങായി ചാടി താഴും. എന്നിട്ട് ഓടിയത് ഉസൈൻ ബോൾട്ട് തോന്നൊക്കെ ഓടിയത് ഇവിടുത്തെ കിട്ടിയോ? 24 ചൂട് പോലീസുകാർ പുറകോട്ടിട്ട് കിട്ടിയിട്ടില്ല. കാര്യം എന്താ? ഉസൈൻ ബോൾട്ട് ഓടുന്നില്ല അങ്ങനെ. എന്നിട്ട് ചോദ്യം ഞാൻ വിളിപ്പിച്ചു എറണാകുളത്ത്. 10 മണിക്ക് ചെല്ലാൻ പറഞ്ഞവന് 7 മണിക്ക് തന്നെ കുളി കഴിഞ്ഞിങ്ങനെ പോയിരിക്കവിടെ ഇല്ലേ? 7 മണിക്ക് ശരിയല്ലേ? എന്നിട്ട് ചോദ്യം ചെയ്ത് തുടങ്ങിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ കയ്യിലുള്ള പേരുടെ ടോപ്പ് കടിച്ചിട്ട് നിന്നു. ഞാൻ പിന്നെ നിലത്തോട് കിടന്നു. അങ്ങനെ പിടിച്ച് എക്സൈസുകാർ വണ്ടി കയറ്റി ഇപ്പൊ ട്രീറ്റ്മെന്റ് നടക്കുക എവിടെ? DH സെന്ററിൽ. കാര്യം എന്താ? കുത്തി കയറ്റി ബ്രെയിനൊക്കെ ഡാമേജ് ആയി. നോക്കണം, വിവരമുണ്ട്, വിദ്യാസമ്പന്നനാണ് അല്ലെ, സിനിമകളിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു കലാകാരനാണ്. പക്ഷെ ലഹരിയുടെ സാന്നിധ്യം ഇല്ലാതെ ഒരു നിമിഷം പോലും ചെന്നൈ മുമ്പോട്ട് കൊണ്ടിട്ടില്ല. അപ്പോ സെല്ലിൽ നിന്ന് അവര് പറയും കിടക്കട്ടെ അവിടെ എന്ന് പറയും. എന്നിട്ട് ഈ പേരൻസ് ഒക്കെ വരുമ്പോ ഞാനടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തില് കിടക്കട്ടെ. അങ്ങനെ മുസ്തഫ സാർ ദൈവത്തെ പോലെ മനുഷ്യൻ, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. പെരുന്തൽമണ്ണ സബ് ജയിലിലെ ജയിൽ സൂപ്രണ്ടാ യഥാർത്തൊരു മനുഷ്യനെ ഞാൻ കാണുന്നു. എനിക്ക് അദ്ദേഹത്തെ പലപ്പോഴും കണ്ണൊക്കെ പറയും. എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നത് അറിയോ? അവിടെ നിർത്തും, ഈ പയ്യനെ വിടത്തില്ല. എന്നിട്ട് ജാമ്യം എടുക്കണം, നിങ്ങൾ പോകാൻ പറയും, അവിടെ കിടക്കട്ടെ എന്ന് പറയും. അങ്ങനെ പക്കേൽക്കുള്ള ശ്രമമൊക്കെ നടത്തും കേട്ടോ, പെട്ടെന്ന് എടുക്കാനൊക്കെ പറയും. അപ്പോ അങ്ങനെ ഒടുവില് ഈ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് എന്നെ വിളിക്കും. വെറുതെ ഈ പെരുന്തൽമണ്ണ സ്റ്റേഷനിൽ നിന്ന് 40 മീറ്റർ ദൂരമുള്ളൂ. ഇവിടുന്ന് ഒരു 40 ഈ ബിൽഡിങ്ങിന് അത്രയും ദൂരമുള്ളൂ. അപ്പൊ ഞാൻ ആ സമയത്ത് അവിടെ പോകും, പേരൻസ് ഉണ്ടാവും, ഇപ്പം പുറത്തേക്ക് ഇറങ്ങി വരും. അപ്പൊ പാടിത്തളർന്ന ശരീരമൊക്കെ ആയിരിക്കും, ഒന്നുമില്ല. നേരെ മെഡിക്കൽ കോളേജ് റിസാർട്ട് ഡോക്ടറെ വിളിച്ച് പറയും, അവിടെ ശിഹാബ് തങ്ങളുടെ പേരിലുള്ള സൗജന്യ ഭക്ഷണമുണ്ട്, റെഡിയാക്കും. നേരെ അവിടെ പോകും. ഒരു 30 ദിവസം ട്രീറ്റ്മെന്റും കൂടെ കഴിഞ്ഞ് മരുന്നും കൗൺസിലിങ്ങും ബെറ്ററായിട്ട് സൈക്കാട്രിക് ഇന്റർവെൻഷനും കൂടെ കിട്ടുമ്പോ ഇവന് ജയിലിലെ എക്സ്പീരിയൻസും ആശുപത്രി എക്സ്പീരിയൻസും കുറച്ച് കരുതലും സുഹൃത്തുക്കളുടെ സ്നേഹമൊക്കെ കിട്ടുമ്പോൾ ജീവിതത്തിൽ പ്രകാശം പരത്തിയ 754 പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പറ്റിയിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഇത് ഞാനായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഒരു പരിപാടി ചെയ്തിട്ട് വെറുതെ ഇരുന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഇടപെടലുകളാണ്. ചിരിക്കാനും അത് കാണാനും കേൾക്കാനും നമുക്ക് പറ്റുന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടപെടാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മൾ ഇടപെടൽ കുറഞ്ഞു പോകും. ശരിയല്ലേ? ഇന്ന്
ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? നല്ല അയൽവാസി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നല്ല അയൽവാസി പെട്ടോ, നമ്മൾ കണ്ടടുത്ത് നമ്മുടെ ശത്രു വരാം. നമ്മുടെ അയൽവാസി വീരാനും കുട്ടനും വിലുപ്പും ബിജുവും മാത്തിയും നമ്മുടെ ശത്രു. ആലോചിക്ക്. പണ്ടൊക്കെ അങ്ങനെ അല്ലല്ലോ. എന്റെ അമ്മ എനിക്ക് അതുകൊണ്ട് മുളക് പൊടി വാങ്ങും, മല്ലിപ്പൊടി വാങ്ങും, ഉപ്പ് വാങ്ങും, ഇറച്ചി വാങ്ങും, അരി വാങ്ങുമ്പോ പറയും മെരുതച്ചേ വേവ് കൂടുതലാണേ പറയും. ആ സാരല്ല പറയും. ഇപ്പൊ ആരും വാങ്ങാറുണ്ടോ? കൊടുക്കാറുണ്ടോ ആരെങ്കിലും? മതിലൊക്കെ വെച്ച് CCTV ഒക്കെ വെച്ച് നമ്മളെല്ലാം സേഫാന്ന് പറഞ്ഞിരിക്കുകയല്ല. പ്രളയമൊക്കെ വരുമ്പോ നമ്മളൊക്കെ കൊടുക്കുക. ഇപ്പയും കൊറോണയൊക്കെ നമ്മൾ കൊടുക്കും, വാങ്ങുകയൊക്കെ ചെയ്യും. ഓടി പള്ളിക്കൂടത്തിൽ പോകും, അമ്പലത്തിൽ പോകും, എല്ലാ ദിവസം കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നോളും. പക്ഷെ അല്ലെങ്കിൽ മലയാളിയല്ല, എല്ലാ മനുഷ്യരും സ്വാർത്ഥന്മാരാണ്. ഈ സ്വാർത്ഥത കൂടിപ്പോയി, കുറച്ച് അഹങ്കാരം കൂടിപ്പോയി. ഞാനാണ് വലിയതെന്നൊക്കെ പറയുന്നത് നടക്കുകയാണെങ്കിൽ അല്ലെ. സ്റ്റീവ് ജോബ്സ് അവസാനം പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബിസിനസ് എക്കണോമി യാത്ര ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് അല്ലെ സാധാരണ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവനും ആകാശത്തിന്റെ അനന്ത സീമകളിൽ നിന്ന് പതിക്കുന്നത് ഒരേ താഴ്ചയിലേക്കാണ്. ഞാൻ $30,000 വാച്ച് കെട്ടിയാലും $100 വാച്ച് കെട്ടി ഒരുവന്റെ വാച്ചിന് യഥാർത്ഥ സമയമാണ് കാണിക്കുന്നത്, ഒരേ സമയം കാണിക്കുന്നത്. ഞാന് കോടി മില്യൺ കണക്കിന് വിലയുള്ള എന്റെ വീട്ടിൽ കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഏകാന്തതയാണ് ഒന്നുമില്ലാത്തവന്റെ വീട്ടിലും അവനും അനുഭവിക്കുന്ന ഏകാന്തത. ഇന്നതാ ഡ്രൈവറെ വെക്കാം, എന്റെ സെർവന്റിനെ വെക്കാം, എല്ലാം വെക്കാം. സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന നമ്മുടെ ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും അല്ലെ, അതിന്റെ ആത്മാവിനുണ്ടാക്കിയ മനുഷ്യൻ പറയുക, ഇന്ന് ഞാൻ നിസ്സഹവസ്ഥനാണ്. 56-ാമത്തെ വയസ്സിൽ ലോകം വിട്ട് ലോകം വിട്ടുപോയ സ്റ്റീവ് ജോബ്സിന്റെ അവസാനത്തെ കുറിപ്പാണ് അല്ലേ, അവസാനത്തെ കുറിപ്പാണ്. പക്ഷെ എന്റെ മരണത്തെ ഏറ്റെടുക്കാൻ എന്റെ സമ്പാദ്യത്തിനാവുന്നില്ല. എന്റെ മരണത്തെ ഏറ്റെടുക്കാൻ എന്റെ സമ്പാദ്യത്തിനാകാത്ത ലോകത്ത് നിന്നും ഞാൻ പോവുകയാണ്. ദ പ്രസന്റ് മൂമെന്റ് ഓഫ് ഇന്നവിറ്റബിൾ, നിമിഷത്തേക്ക് അനിവാര്യമാണ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇങ്ങോട്ട് ചെയ്യാം. മനുഷ്യന്റെ പേര് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് പുസ്തകം വായിക്കുന്ന ആളാണ്. കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, എന്നിലൂടെ എന്ന് പറയുന്ന പുസ്തകമുണ്ട് കുഞ്ഞുണ്ണി മാഷ്, 80 പേജുള്ളൂ, വായിച്ചു നോക്കണേ. അതിൽ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, എന്റെ അമ്മ നാരായണി. കുഞ്ഞുണ്ണി മാഷ അമ്മയുടെ പേര് നാരായണൻ. അതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞുതരാം. ഉപ്പയുടെ പേരെന്താ എന്ന് പറഞ്ഞേ? അബ്ദുൾ മജീദ് ഉപ്പയുടെ പേരെന്താ? മാൽപ്പയുടെ ഉപ്പയുടെ പേരെന്താ? കുറച്ച് ആലോചിക്കുന്നത് 2 തലമുറ. ഞാനും അങ്ങനെയാണ് അല്ലേ. ഉപ്പയുടെ പേര് പറഞ്ഞേ. ഇബ്രാഹിം ഉപ്പയുടെ പേര്, ഉമ്മർ ഉപ്പയുടെ പേര്, ഉമ്മറുടെ ഉപ്പയുടെ പേര് അല്ല, ഉപ്പയുടെ പേര് മുഹമ്മദ്, മുഹമ്മദ് ഉപ്പയുടെ പേര് 2 തലമുറ അറിയാം. റൈറ്റ്? യെസ്. എനിക്കതുപോലെ എനിക്ക് എത്ര അറിയാം. നിങ്ങളെല്ലാവരും ഒരു 4 പേരെ പേരറിഞ്ഞവരുണ്ടോ? ഉണ്ടോ? എത്ര തലമുറ ജീവിച്ചിട്ടുണ്ട്? എത്ര തലമുറയോട് ജീവിച്ചു പോയിട്ടുണ്ട് ഇല്ലേ? പലപ്പോഴും അങ്ങനെയാണ്. പക്ഷെ അവരൊന്നും സത്യത്തിൽ അവർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ജീവിച്ചു, സത്യസന്ധ ജീവിച്ചത് നമുക്ക് വേണ്ടി നമ്മളെ ഇങ്ങനെ വഴി നടത്തിയവരാ. പക്ഷെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിലോ ഇല്ലെങ്കിൽ അതൊന്നും ലോകത്തിന് മുമ്പിലേക്ക് എടുത്തു വെക്കാൻ അവരിവിടെ പ്രത്യേകിച്ചും ചെയ്തു വെച്ചിട്ടില്ല. നമുക്ക് ഒരുപാട് ചെയ്യാൻ ഇടങ്ങളുണ്ട്. നാളെയുടെ ദിവസങ്ങളിൽ നമ്മൾ ഇവിടുന്ന് യാത്ര പറയുമ്പോൾ നമ്മളെ കുറിച്ച് പറയാൻ, നമ്മളെ കുറിച്ച് എഴുതാൻ, നമ്മുടെ ഓർമ്മകൾ പങ്കിടാൻ ചരിത്രത്തിന്റെ ഇടങ്ങളിൽ നമ്മുടെ ഒക്കെ പേര് ഉണ്ടാവണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ആ പറഞ്ഞു വരുന്നത്, ഒന്നിങ്ങനെ കണ്ണടച്ചാലോചിച്ച് നോക്കിക്കേ, ഇത്രമാത്രം ബോധവൽക്കരണങ്ങളും സെമിനാറുകളും ഡിബേറ്റുകളും കൺവെൻഷനുകളും എല്ലാം നടക്കുന്നത് കേരളത്തിന്റെ മണ്ണിൽ. ഇപ്പൊ നോക്കിക്ക് കൂട്ടയോട്ടം നടക്കുന്നുണ്ട്, രാത്രി മാർച്ച് നടക്കുന്നുണ്ട്, സ്നേഹത്തിന്റെ വൻമതൽ നടക്കുന്നുണ്ട്, ഒപ്പുശേരം നടക്കുന്നു, മയാചാരപ്രകടനം നടക്കുന്നു, ക്ഷേത്രങ്ങള്, മസ്ജിദുകള്, ചർച്ചുകള് എല്ലാം ലഹരിക്കെതിരെ സെമിനാറുകളും ബോർഡുകളും ക്യാമ്പയിനുകളും, പോലീസ് പുതിയ പദ്ധതി തുടങ്ങി, യോദ്ധാവ്, എക്സൈസ്, വിമുക്തി, അധ്യാപകര്, കഴുകൽ എല്ലാം നടക്കുന്നുണ്ട്. എന്നിട്ടും സമൂഹത്തിനകത്ത് കൃത്യമായി ബോധം കിട്ടുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ എന്താ സംഭവം? സംഭവം എന്താ പറയുക? തൃശ്ശൂര് 14 മെഡിക്കൽ വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തു. 2 ഹൈഡ്രജൻ ഓക്സിജൻ കൂടിച്ചാണ് അത് H2O വാട്ടർ എന്നറിയുന്ന വിവരമുള്ള ആളുകൾ പിള്ളേരെ പിടിച്ചത്. പക്ഷെ ആ വിവരമുള്ള പിള്ളേര് അവിടെ വീട്ടിൽ നമ്മൾ ദാഹിച്ചു ചെല്ലുമ്പോ അടുക്കളയിൽ പോയിട്ട് അതേ H2O ഈ ദാഹിച്ചു വരുന്നവൻ എടുത്ത് കൊടുക്കണം, അമ്മ ഇവിടെ അച്ഛൻ ഇവിടെ എടുത്ത് കൊടുക്കണമെന്ന് ഈ കാലഘട്ടത്തിലെ മക്കൾ തിരിച്ചറിവില്ല. പക്ഷെ അറിവുണ്ട്, തിരിച്ചറിവില്ല. ഇതാ പ്രശ്നം. 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ പിടിച്ചു. രാത്രി 12 മണിക്ക് തൃശൂർ സിറ്റി പോലീസ് 2023 ഒക്ടോബർ 1-ാം തീയതി 2024 ഡിസംബറിലാണ് ബെയിൽ കിട്ടുന്നത്. നോക്കണം,
14 ആതുര സേവന മേഖലയിൽ പ്രകാശം പരത്തേണ്ട നാളെയുടെ ദിവസങ്ങളിൽ ഈ സമൂഹത്തിനകത്ത് ഏറ്റവും മികവുറ്റ ഡോക്ടർമാരെയാണ് 16 പേരാണ് അറസ്റ്റ് ചെയ്തത്. അങ്ങനെ 250 ഗ്രാം MDMA പിടിക്കപ്പെട്ട ചാലക്കുടിക്കാരന്റെ സ്റ്റേറ്റ്മെന്റിൽ പകർത്തു കൊടുത്ത 15 ഗ്രാം കൊറോണ തേടി സിറ്റി പോലീസ് വന്നത് ഒരു ഹോട്ടലില് ബർത്ത്ഡേ ആഘോഷിക്കുന്നു. പത്തനംതിട്ട സ്വദേശിയായ ഒരു വിദ്യാർത്ഥിയുടെ ചോദിച്ചു, അദ്ദേഹം പരിശോധിച്ചു, എവിടെയില്ല, റൂമെല്ലാം പരിശോധിച്ചു. അവസാനം ബെഡിനടിയിൽ സാധനം കിട്ടി. ചോദിച്ചു, ആരും ഉത്തരവാദി, ആരും ഉത്തരവാദി ഏൽക്കുന്നില്ല. വീട്ടിൽ ചോദിച്ചു, ഹൂ ടേക്ക് റെസ്പോൺസിബിലിറ്റി, ആരും ഉത്തരവാദി. അങ്ങനെ മറുപടിയില്ല. അങ്ങനെ 16 പേരുടെ പേരിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. നിങ്ങൾക്കറിയോ, ചാറ്റ് അടിച്ചു നോക്കണം. 16 മെഡിക്കൽ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ പാലക്കാട് ജില്ല മലമ്പുഴ ജയിലിലാണ് ആ 16 പേര് കിടന്നത്. അവരുടെ പേരിൽ ഒരു ഗ്രൂപ്പിന്റെ പേരാണ് മധുരം. ആ ഗ്രൂപ്പിലെ ഒരാള് ഞാൻ കൂടിയാണ്. ഇത്രയും മാതാപിതാക്കളുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടായിരുന്നു ദിവസങ്ങളോളം. ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധുര, പത്തനംതിട്ടയും ആലപ്പുഴയും ഈ പറയുന്ന നാടുകളിൽ തമിഴ്നാട്ടില് ഗൂഡല്ലൂരുമുള്ള 16 മെഡിക്കൽ വിദ്യാർത്ഥികൾ ഈ എക്സാമിൽ റാങ്ക് ലിസ്റ്റ് ഇടം വന്ന് ഈ തൃശ്ശൂർ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ വൈദ്യശാസ്ത്രം പഠിക്കുന്ന പിള്ളേരാ. അതും ഫൈനൽ MBBS കഴിഞ്ഞ MBBSന് ഫൈനൽ കഴിഞ്ഞതാണ്. മനസ്സിലാക്കണം. വിവരമില്ലാത്തോണ്ടാണോ? വിവരമില്ലാത്തോണ്ടാണോ? അല്ല. അപ്പൊ എന്താ ശരിക്കും പറ്റിയെന്താ, സമൂഹത്തിന് പറ്റിയെന്താ? ഇനിയാണ് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കൊണ്ടു.